അങ്ങനെ വിറകടുപ്പിലെ ചോറ് വെക്കൽ ഞാൻ നിർത്തിയിട്ടോ. ഗ്യാസ് അടുപ്പിൽ തന്നെ കലത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ കലത്തിൽ അരി തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി തിളപ്പിച്ചാൽ മതിയാവും. കുറച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് വെന്ത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇത് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ്. ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് ഞാനവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഉച്ചത്തേക്ക് അയില വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 260 രൂപയാണ് കിലോ. അര കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയില വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 പീസ് ആക്കും കേട്ടോ. അങ്ങനെ അയില വെട്ടി തേച്ച് കഴുകി എടുത്തിട്ട് കുടമ്പുളിയിട്ട് നല്ല എരിവിൽ മുളക് ചാറ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, വേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട്. പച്ചര വേണം കേട്ടോ ഞങ്ങൾക്ക്. തിന്നണേനെ പച്ചര തിന്നണേനെ ഇത് കാണിച്ചോളൂ. കുഞ്ഞുമാവ് അടുക്കളയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ നോട്ടം പഞ്ചസാര പാത്രത്തിലായിരിക്കും കേട്ടോ. അവൾക്ക് പഞ്ചസാര വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോകില്ല, പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ കറി അടുപ്പത്താക്കിയിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചപ്പാത്തി പരത്തി എടുക്കുവാണ്. അപ്പോൾ ചപ്പാത്തി എല്ലാം പരത്തി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. അത് ഇറക്കി വെച്ചിട്ട് ഇനി ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തി എല്ലാം പ്ലേറ്റിൽ മീതം ഇട്ടേക്കുവാണ്. അങ്ങനെ ചപ്പാത്തി ചുട്ടെടുത്തിട്ട് അയിലക്കറിയും കൂട്ടി മോന് കഴിക്കാൻ കൊടുത്തു. പിന്നെ ചപ്പാത്തി പലകയും ചപ്പാത്തി മാവ് കുഴച്ച പാത്രവും ചപ്പാത്തി ചുടാനെടുത്ത പാനെല്ലാം കൂടി തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അത് വാർത്തിട്ടു. പിന്നെ ഒരു തേങ്ങ പൊട്ടിച്ച് ചിരകി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു സംഭവം ഉണ്ടാക്കാനാണ്, ചെറിയൊരു പായസം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട പരിപ്പ് ഞാനവിടെ കഴുകി വെള്ളം പോകാനായിട്ട് അരിപ്പ് പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കാൻ വെച്ചു. പിന്നെ കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു അലക്കാനായിട്ട്. അത് വിഷയത്തിൽ നിന്നെടുത്ത് നേരെ സ്റ്റാൻഡിൽ കൊണ്ട് വിരിച്ചിടുവാണ്. കുഞ്ഞുമാവ പല്ലേപ്പിക്കാൻ പറഞ്ഞ് പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പീലിമോളെയും കുഞ്ഞുമാവനെയൊക്കെ പല്ലും തേപ്പിച്ച് കുളിപ്പിച്ച് ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഫുഡ് കഴിച്ചു. എന്നിട്ട് പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഉരുളി വെച്ചിട്ട് നട്ട്സും കിസ്മിസും വറുത്തെടുത്തു. പിന്നെ നമ്മുടെ പരിപ്പും കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് 3-ാം പാലിൽ കുക്കറിൽ വേവിക്കാൻ വെക്കുവാണ്. 6 വിസിലെടുത്തിട്ടോ. അപ്പോൾ പരിപ്പ് വെന്ത് വന്നപ്പോഴേക്കും ഉരുളിയിലേക്ക് മാറ്റി 2-ാം പാലും ചേർത്ത് കൊടുത്തു. പിന്നെ ശർക്കര ഉരുക്കി വെച്ചത് അരിച്ചും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് നെയ്യും കൂടി വെച്ച് നല്ലപോലെ വരട്ടിയെടുത്തു. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇട്ട് കൊടുത്ത് പായസം റെഡി. പിന്നെ കൂൺ റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉച്ചയൂൺ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.